ശബരിമല ഡ്യൂട്ടി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ദേവസ്വം ബോർഡ് നൽകാനുള്ളത് ലക്ഷങ്ങളുടെ അലവൻസ് കുടിശ്ശിക. അറ്റൻഡർമാർ മുതൽ ഡോക്ടർമാർ വരെയുള്ളവർക്ക് അലവൻസ് നൽകിയിട്ട് 2 വർഷത്തിലേറെയായി. ജീവനക്കാരുടെ പരാതിയെ തുടർന്നാണ് ശബരിമല ഡ്യൂട്ടിക്ക് ദേവസ്വം ബോർഡ് തന്നെ ഡോക്ടർമാരെ കണ്ടെത്തണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടത്. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് സീസണിനും മാസപൂജകൾക്കും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരാണ്. അത് നഴ്സിംഗ് അസിസ്റ്റന്റും അറ്റൻഡർമാരും തുടങ്ങി ഡോക്ടർമാർ വരെയുള്ള ജീവനക്കാർ. അലോപ്പതി, ഹോമിയോ, അതുപോലെ തന്നെ ആയുർവേദം, സിദ്ധ വകുപ്പുകളിലെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ജീവനക്കാരാണ് അവിടെ സീസൺ കാലത്തും അതുപോലെ തന്നെ മാസപൂജയ്ക്കുമൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവിടെ ഡ്യൂട്ടി നോക്കുന്നത്. ഇവർക്ക് ആരോഗ്യ ജീവനക്കാർക്ക് ദേവസ്വം ബോർഡ് അലവൻസ് നൽകാറുണ്ട്. 600 മുതൽ 2000 രൂപ വരെയാണ് അലവൻസ് ഉള്ളത്. നേരത്തെയൊക്കെ ഈ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന ദിവസം പമ്പയിലെ ഓഫീസിൽ വെച്ച് ഇവർക്ക് ഒപ്പിട്ട് ആ തുക വാങ്ങാമായിരുന്നു. DMOയുടെ പത്തനംതിട്ട ഓഫീസാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി ഈ അലവൻസിൽ മുടക്കം വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ ദേവസ്വം ബോർഡ് ആരോഗ്യ വകുപ്പിന് നൽകാനുണ്ട്, കുടിശ്ശികയായി നൽകാനുണ്ട്. ദേവസ്വം ബോർഡ് ആരോഗ്യ വകുപ്പിന് നൽകി ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് തുക നൽകുന്നതാണ് പതിവ്. എന്നാൽ 2 വർഷമായി ഇത് മുടങ്ങിക്കിടക്കുകയാണ്. ഒരു ഗഡു നേരത്തെ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകൾക്ക് മാത്രം ഒരു ഗഡു നൽകിയിരുന്നു. ബാക്കി എല്ലാ ജീവനക്കാർക്കും 2 വർഷത്തിലേറെയായി കുടിശ്ശികയുണ്ട്. ഇത് അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാരുടെ സംഘടനകൾ നേരത്തെ സർക്കാരിനെ സമീപിച്ചിരുന്നു. പക്ഷേ അതിനൊരു തീരുമാനമുണ്ടായിട്ടില്ല. പലർക്കും 10,000 രൂപ അലവൻസായി ലഭിക്കാനുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഈ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജീവനക്കാർ പലപ്പോഴും ആലോചിച്ചു. എന്നാൽ അടിയന്തര സേവനം കൂടിയാണ് ശബരിമല ഡ്യൂട്ടി. അതുകൊണ്ട് അതിനവർക്ക് കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഈ വലിയ പ്രഷർ, വലിയ സമ്മർദ്ദമുള്ള സാഹചര്യത്തിലാണ് നേരത്തെ ദേവസ്വം കമ്മീഷൻ വിളിച്ച യോഗത്തിന് ശേഷം ഇത്തരത്തിൽ ഈ കാര്യത്തിലൊരു പുനഃപരിശോധന വേണം. ഒന്നുകിൽ ദേവസ്വം ബോർഡ് ഈ തുക കുടിശ്ശിക കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കൂടി സഹകരണത്തോടു കൂടി ഡോക്ടർമാരടക്കമുള്ളവരെ പുറത്തുനിന്ന് കണ്ടെത്തണമെന്ന ആവശ്യം ആരോഗ്യവകുപ്പ് ഡയറക്ടർ അടക്കമുള്ളവർ മുന്നോട്ട് വച്ചത്. ഏതായാലും അതിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ കുടിശ്ശിക ഇപ്പോഴും 2 വർഷത്തിലേറെ ആയുള്ള കുടിശ്ശിക നൽകാനുണ്ട്. ശബരിമല സീസൺ ആരംഭിക്കുമ്പോഴും മാസപൂജയ്ക്കുമൊക്കെ ജീവനക്കാർക്ക് അവിടെ ചെല്ലാൻ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് യാത്രാക്കൂലി അടക്കം പരിഗണിച്ചുകൊണ്ട്, വരുന്ന ദൂരം അധികം അടക്കം പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ അലവൻസ് തീരുമാനിക്കുന്നത്. ആ അലവൻസിൽ 2 വർഷത്തിലേറെ കുടിശ്ശിക ഉണ്ടായിട്ടും സർക്കാർ ഇടപെടാത്തതിനാണ് ആരോഗ്യവകുപ്പിന് വലിയ അതൃപ്തിയുള്ളത്. ഏതായാലും അടുത്ത സീസണിന് മുമ്പായി പ്രശ്നം പരിഹരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ആരോഗ്യവകുപ്പിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും മന്ത്രി ഒരാളാണ്, കെ മുരളീധരനാണ്. അതുകൊണ്ട് തന്നെ പരാതി ഉന്നയിക്കുന്ന വകുപ്പും പരിഹരിക്കേണ്ട വകുപ്പും അദ്ദേഹത്തിൻ്റെതാണ്. എന്ത് നടപടിയാണ് സർക്കാർ ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ആരോഗ്യ വകുപ്പ് ഡയറക്ടറായിരുന്ന റീനയുടെ സ്ഥലം മാറ്റത്തിലടക്കം ഈ വിഷയം കൂടി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.